നീരിന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിലോ എന്നെങ്കിലും ഒരു ദിവസം ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയും. അല്ല ഇപ്പം പ്രൂവ് ചെയ്യണം. കാര്യം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യേണ്ട വ്യക്തികളാണ്. അപ്പം സോ ഇതിന്റെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു കടമയുണ്ട്. അതിന് ചീത്തവിളി എന്ന് പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കാത്ത ഒരു അവസ്ഥയിലെത്തിയിട്ടില്ലേ? അങ്ങനല്ല, അത് നമ്മൾ വളരെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കില്ല. പണ്ടിക്കണ കുഞ്ഞാന്റെ വൈഫാണ് ഈ സംസാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ബിബിയും ബിച്ചും കൂടി ഇന്നലെ കുഞ്ഞാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞാൻ കുറെ വെളുപ്പീര് നടത്തുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം അങ്ങോട്ട് പറയാം, വേറൊന്നും കൊണ്ടല്ല. ഈ ഒരു നറുക്കെടുപ്പോ പരിപാടികളോ നടത്തുന്നത് നിയമപരമായി ഇവിടെ തെറ്റാണ്. ആ കാര്യം ആദ്യം അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്നിട്ട് യൂട്യൂബേഴ്സിന്റെ എതിരെ കേസ് കൊടുത്ത് നെഞ്ചത്ത് കയറാൻ ലോറിയും കൊണ്ട് ഇറങ്ങും. കേട്ടോ കുഞ്ഞാനെണ്ണ. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട്, വേറൊന്നുമല്ല, ഈ പരിപാടിയില്ലേ, ഈ പരിപാടി ചെയ്ത സമയത്ത് നിങ്ങളെ കൂടെ ഉള്ളവർ തന്നെ ഈ കൂപ്പണൊക്കെ വാങ്ങി, നൂറുകണക്കിന് കൂപ്പൺ വാങ്ങി കൂട്ടി ശേഖരിച്ച് വെച്ചിരുന്ന അതൊരു ഫെയർ ആയിട്ടുള്ള ഒരു പരിപാടിയല്ല. പല സ്ഥലത്തുനിന്നുള്ള ആൾക്കാരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. ആ സ്ഥിതിക്ക് നിങ്ങളുടെ കൂടെ ഉള്ളവര് തന്നെ കൂപ്പൺ എടുത്ത് വാരി കൂട്ടി വച്ചിരുന്നിട്ട് ഞങ്ങളും പങ്കെടുത്തു, ഞങ്ങൾക്ക് മടിച്ചു എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു പരിപാടി നടത്തുമ്പോൾ, ഇപ്പൊ ഞാൻ ഒരു പരിപാടി നടത്തുകയാണ്, ഇതുപോലത്തെ ലക്കി ഡ്രോ സെറ്റപ്പ് നടത്തുകയാണെങ്കിൽ എന്റെ കുടുംബക്കാരോ എന്റെ കൂട്ടുകാരോ എന്റെ ബന്ധുക്കളോ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല. അതാണ് അതിന്റെ ഒരു എത്തിക്സ്, മനസ്സിലായ? അതാണ് അതിന്റെ ഒരു രീതി. പ്രത്യേകിച്ച് വീട്, ജിംനി, ബുള്ളറ്റ്, നീണ്ട നിലയിൽ കിടക്കുന്ന ഇത്രയും സമ്മാനമുള്ള ഒരു നറുക്കെടുപ്പ് സെറ്റപ്പ് നിങ്ങൾ ചെയ്യുകയും അതിൽ നറുക്കെടുക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളവർക്കും, അതായത് നാസർ എന്ന വ്യക്തിയുടെ കൂട്ടുകാരനും ബന്ധുവിനും മകനും മകന്റെ കൂട്ടുകാരനും അളിയനും മുത്തച്ഛനും മുതുമുത്തച്ഛനും ഒക്കെ ആയിട്ട് മൊത്തം സമ്മാനം അടിക്കുന്നു. ഇതെന്തും മറ്റെടുത്ത പരിപാടിയാണെന്നേ നാട്ടുകാർക്ക് തോന്നത്തുള്ളൂ. കേട്ടോ? പിന്നെ ന്യായീകരിച്ച് വെളുപ്പിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കിക്ക് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഇവരെ പോലെയുള്ള കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ നിന്ന് കുഞ്ഞാനെ പുറത്താക്കിയിട്ടുണ്ട്. ഞാൻ എന്തായാലും വായിക്കാം. കേരള ഇൻഫ്ലുവൻസ് കമ്മ്യൂണിറ്റി ഇമ്പോർട്ടന്റ് നോട്ടീസ്. നറുക്കെടുപ്പിലെ സുതാര്യതയില്ലായ്മ. കുഞ്ഞൻ പാണ്ടിക്കാട് എന്ന മുഹമ്മദ് അഫ്സലിനെ അന്വേഷണ വിധേയമായി കേരള ഇൻഫ്ലുവൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും അവിടെ നിന്നും പുറത്താക്കി. മൊത്തത്തിൽ അടപടം തേഞ്ഞിട്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. എയറിൽ നിന്നും എയറിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഒരു വെളുപ്പീര് നാടകവുമായിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളെ രംഗത്ത്. കേട്ടു നോക്കാം. ഇത് പിന്നെ വിവാദമാക്കിയവരുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കുന്നുണ്ട്. ഓഹോ, വിവാദമാക്കിയവരുടെ പേരിൽ ഇങ്ങേര് കേസ് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആദ്യം സ്വന്തമായിട്ട് നെഞ്ചത്ത് വരുന്ന കേസുകളൊക്കെ എടുത്ത് മാറ്റി വെക്കാൻ നോക്ക്. നിയമപരമായി ഇവിടെ ഈ ലോട്ടറി പരിപാടി തെറ്റാണ്. അതും ചെയ്തിട്ട് വന്നിരുന്നു പറയാണ്, ഇത് വിവാദമാക്കിയവരുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, നല്ല പരിപാടിയാ, അടിപൊളി. ബാക്കി പറഞ്ഞാട്ടെ. ഞാൻ 5 മാസമായി ഇപ്പൊ ഈ നറുക്കെടുപ്പിന്റെ പിന്നാലായിട്ട്. അപ്പൊ ആദ്യം ഒരു വട്ടം നമ്മൾ ഡേറ്റ് മാറ്റിയതാണ്. പിന്നെയും നമ്മളോട് പിന്നെ ഡേറ്റ് ഇനി മാറ്റാൻ പറ്റൂല, ഇനി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വിഷയമാണ്, ഈ ദിവസം തന്നെ എടുക്കാൻ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഈ ഡേറ്റിൽ തന്നെ നറുക്കെടുത്തത്. ഈ ഡേറ്റിൽ തന്നെ നറുക്കെടുത്തത് ഞാൻ പറഞ്ഞിട്ടാണ്. മറ്റേ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ മാറ്റാറോ. പക്ഷെ അതൊന്നും പറ്റൂല. ഞാൻ എന്തായാലും ഈ കറക്റ്റ് ഡേറ്റിന് ഞാൻ നറുക്കെടുക്കും. എനിക്ക് നാട്ടുകാരെ മുന്നിൽ പിന്നെ തലയുയർത്തി നടക്കാനുള്ളതാണ്. പിന്നെന്ത് തലയുയർത്തി തന്നെയല്ലേ ഇപ്പൊ നടക്കുന്നത്. അല്ല, നെഞ്ചും പിരിച്ച് നടക്കാൻ പഴയ ഒരു കുഞ്ഞാനൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര എനർജറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കുന്നത്. ആ കുഞ്ഞാനെന്ന് ഈ വോയിസ് കാണാനില്ല. ഏറി കയറി കിടക്കുന്നുണ്ടായിരിക്കും, വിഷമം ഉണ്ടാവും. എന്തായാലും അവരുടെ കയ്യിലൊന്നും ഇതിന് അത്യാവശ്യം നല്ല പൈസ ഒക്കെ കിട്ടിക്കാണില്ല ഈ ഒരു സാധനം പ്രൊമോട്ട് ചെയ്തത്. എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു യൂട്യൂബറിന് ഇതുപോലെ ഒരു പ്രൊമോഷൻ സാധനം വന്നിട്ടുണ്ടായിരുന്നു. അവൻ ആദ്യത്തെ പ്രാവശ്യം തന്നെ വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം രൂപയാണ്. ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ അത്ര റീച്ചോ പബ്ലിസിറ്റിയോ ഒന്നുമില്ല എങ്കിലും ഫസ്റ്റ് ചാൻസിൽ തന്നെ 3 ലക്ഷം രൂപയാണ് അവന് വാഗ്ദാനം ചെയ്ത് ഈ സാധനം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അവസ്ഥ ആലോചിച്ചു, ഇങ്ങൾക്ക് എത്ര കിട്ടിക്കാണ്. അതുകൊണ്ട് കുറച്ചൊന്നും നനഞ്ഞ് വേർത്ത് കുളിച്ചാലും വിഷയമൊന്നുമില്ല, നല്ല പോലെ ചക്കച്ചുള്ള എണ്ണി വാങ്ങിച്ച് കാണുമല്ലോ. അതുകൊണ്ട് വലിയ തിരക്കേടൊന്നുമില്ല. കുഞ്ഞാനെണ്ണ പറഞ്ഞാട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്കുണ്ടായ 3-4 ഡൗട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ഈ മുഹമ്മദ് ഷാഫി വയനാടെന്ന് പറയുന്ന പുള്ളി ഒരു ചാനലിനകത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് വീഡിയോ. ആ വീഡിയോക്കകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയിട്ടുള്ള ആ വീടിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നമുക്ക് വാല്യൂ ഇല്ല, 30 ലക്ഷം രൂപയുള്ള വീടിന്റെ വില. അപ്പം ടോട്ടൽ നിങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയ ടിക്കറ്റ് നിങ്ങളുടെ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടായിരുന്നു 8329 ടിക്കറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അല്ലേ? അപ്പൊ ഞാൻ കണ്ടത്. അപ്പൊ അതിനകത്ത് എമൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് 83,29,000 രൂപ പിരിവ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ജിമിനിയുടെ വിലയും 4 ഗോൾഡ് കോയിനും ആക്റ്റീവ ബുള്ളറ്റ് എല്ലാം കൂടെ ചേർത്ത് ഒരു 20 ലക്ഷം രൂപ. പിന്നെ വീടിന്റെ വില എല്ലാം കൂടെ ആകുമ്പോൾ 50. അപ്പൊ അതിനകത്ത് ബാക്കി മിച്ചം വരത്തില്ലേ? എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ്, മിച്ചം വരത്തില്ലേ? അപ്പം അതിന്റെ കണക്കും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. ഇയാളെ കടം വീടിയിട്ടില്ല. മിച്ചം വരുമല്ലോ, കാരണം മിച്ചം വന്നാലല്ലേ ഈ പ്രൊമോഷന് മുൻകൈ എടുത്തു നിന്ന് കുഞ്ഞാന് പൈസ കിട്ടിയ പൈസയും കൂടെ അതിൽ ചേർക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരുപാട് കളികൾ ഇതിന്റെ ഇടയിലുണ്ട്. അത് വേറൊരു സത്യം, മനസ്സിലായി? ഈ ലോട്ടറി പരിപാടി ചെയ്യുന്നതിന്
ലക്ഷങ്ങളാ വാഗ്ദാനങ്ങൾ വരുന്നത്. എന്തുകൊണ്ടാണ് ലക്ഷങ്ങൾ കൊടുക്കുന്ന ഈ ഒരു പ്രൊമോഷന്? എന്തുകൊണ്ട് ആലോചിക്കും? അത്രയും പൈസ അതിൽ നിന്നും പിരിഞ്ഞ് കിട്ടും എന്നുള്ളൊരു ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ്. അത് തന്നെയാണ് ഇതിന്റെ വാസ്തവം. എന്തായാലും നല്ല ഒന്നാം തരം പരിപാടികൾ തന്നെയാണ് കാണിച്ചു കൂട്ടുന്നത്. ഇനി ഇതിന്റെ ഇടയിൽ കൂടെ വന്നിരുന്ന് വെളുപ്പീരും ഭേദം. സൂപ്പർ. ഇനി വെളുപ്പീരിന്റെ കൂടെ കുഞ്ഞാന്റെ വൈഫും വന്നിരുന്നിട്ട് വെളുപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ സത്യം പുച്ഛമാണ് തോന്നുന്നത്. ഇങ്ങനെ നാട്ടുകാരൊക്കെ മൂഞ്ചിച്ചതിന് ശേഷം വീണ്ടും വന്നിരുന്ന് ഹീ എന്ന് പറയാൻ ഉളുപ്പില്ലേ? അറ്റ്ലീസ്റ്റ് ചെയ്ത തെറ്റ് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യും. എങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. അതെങ്കിലും ചെയ്യും കേട്ടാ. പിന്നെ വേറൊരു കേസ് എന്റെ കുഞ്ഞാനെണ്ണ, ഇത്രയും തുണ്ടിന്റെ ഇടയിൽ നിങ്ങൾ അടിയിൽ പോയി തുണ്ടെടുത്ത് എന്തിനെന്ന് എനിക്ക് ഇതുവരെ പിടി കിട്ടുന്നില്ല. അത് എത്തി വലിഞ്ഞ് ഒരു കൈ മുകളിലൊക്കെ വെച്ച് മറ്റേ കൈ അടിയിൽ കയറ്റി അവിടെ നിന്ന് വലിച്ചൂരി എടുക്കാൻ കാണിച്ച ആ സുഷ്കാന്തി, അതും വലിച്ചൂരി എടുത്തപ്പം ആഹാ സ്വന്തം മകന്റെ സുഹൃത്ത്. ഹോ അടി പൊളിയടെ, എനിക്കൊന്നും പറയാനില്ല. പൊന്നാര സുഹൃത്തെ, ഇത് അത്രയും ആൾക്കാരടിയിൽ നിന്ന് നമ്മളോട് ഇവര് നറുക്കെടുക്കാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ? സൈഡിലോട്ട് പോയപ്പോഴത്തേക്ക് ആ സൈഡ് പോകാൻ ഞാൻ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ നറുക്കെടുത്തിട്ടില്ല. ഞാൻ ഈ കുറി കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഞാൻ ആകെ ചെയ്തു പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇട്ടുന്നുള്ളൂ. കാരണം ഇതുവരെ ചെയ്യുമ്പോൾ നറുക്കെടുപ്പ് എന്താ ഏതാന്ന് നമുക്ക് അറിയാത്ത ഒരാളാണ് ഞാൻ. ഇതിന്റെ പേജ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം. അതിന്റെ അടിയിൽ പിന്നെ ഈ ആൾക്കാരുടെ അടിയിൽ നിന്ന് ഇവരിഞ്ഞോട് പറഞ്ഞു, പിന്നെ ആദ്യം ഇവര് ഒന്ന് പൈസ മറിച്ചിക്കണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവര് പറഞ്ഞത് നിങ്ങൾ എടുക്കണം കേട്ടോ പറഞ്ഞു. നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾ ഇവിടുത്തെ ഗസ്റ്റാണ്, നിങ്ങളല്ല പിന്നെ വേറെ ആരും എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത്. എനിക്കറിയാം. കാരണം ഞാൻ ഇത് മെയിൻ ഞാൻ പറഞ്ഞ ഇത് മെയിൻ എന്താണ് മെയിൻ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വിഷയമാവുന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ് ജനങ്ങള്. ഞാൻ ഇപ്പൊ അത് ഈ വീഡിയോ പിന്നെ പോലീസിനെ വിളിച്ചിരുന്നു. ഞാൻ അത് കാട്ടിക്കൊടുത്തു. ഇതാണ് എന്റെ വീഡിയോ. ഇതാണ് എന്റെ വീഡിയോ. ഞാൻ ലൈവ് എടുത്തു. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് ഇങ്ങനെ പേരിലൊരു പരാതി വന്നിട്ടുണ്ട്. എന്താണ് എന്റേത്? ഇതാണ് എന്റെ വീഡിയോ. അപ്പൊ 100-300 ജനങ്ങളെ മുന്നില്, അതും കൊടുക്കുക എന്ന് പറഞ്ഞൊരു നാട്ടില് 300 ജനങ്ങളൊന്നും അതിനകത്ത് ഇല്ലായിരുന്നു. ഞാൻ കണ്ടു. അവിടെ അല്ലടാ, അത് പെരന്റെ ഹാളാണത്. അത് പെരന്റെ ഹാളാണ്. കാരണം 4 ദിവസമായിട്ട് അവിടെ മഴയാണ്. 4 ദിവസമായിട്ട് അവിടെ പെരും മഴയാണ്. കാരണം പെരും മഴയും കാറ്റും അങ്ങനെയാണ് അവിടുത്തെ സ്ഥലം. അങ്ങനെ നമ്മൾ ഇതിന്റെ മുന്നേ അവിടെ ഓരോ പേരുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ടിൽ ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടി വെക്കാനുള്ള പരിപാടിയായിരുന്നു. കറണ്ട് എന്ന് പറഞ്ഞ സാധനമല്ല. കാരണം നമ്മൾ ലൈവ് ഇട്ടപ്പോൾ അവിടെ കറണ്ട് പോയത് വരെ ഈ വീഡിയോ ഉണ്ടാവും. കാരണം എന്താണ്, അവിടെ ജനറേറ്റർ കൊടുങ്ങാണ്ടാണ് ഇത് ഇതാക്കിക്കുന്നത് വെച്ചിരിക്കുന്നത്. ഈ ജനറേറ്ററിന് ഇടക്കിടക്ക് ഓഫ് ആവും. ഒരു 4 ദിവസമായിട്ട് ആ ഭാഗത്ത് കറണ്ട് ഇല്ല. അങ്ങനെ ഈ പെരന്റെ പിന്നെ ഉള്ളിൽ വെച്ചാണ്, ഹാളിൽ വെച്ചുകൊണ്ടാണ് നമ്മള് സിറ്റ് ഔട്ടിൽ വെച്ചുകൊണ്ടാണ് ഇത് ഇതാക്കിയത്. നമുക്ക് ആവശ്യം അവിടെ കറണ്ട് ഉണ്ടായിരുന്നോ, വെളിച്ചം ഉണ്ടായിരുന്നോ, മെഴുകുതിരി കത്തിച്ചിരുന്നോ എന്നുള്ളൊരു കാര്യമില്ല. ഉഡായിപ്പിനെ കുറിച്ച് ഉഡായിപ്പിനെ കുറിച്ച് പറ, അതാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷെ അതും നിങ്ങൾ മെഴുകുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നല്ലപോലെ മെഴുകുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലടേ, പാവം മെഴുകട്ടെ. ഇനിയിപ്പോൾ അങ്ങേത്തെ സൈഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പെടാപ്പാടുപെടുന്ന ഒരു പെടാപ്പാടായിട്ടാണ് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. വേറെ ഇതിന്റെ അപ്പുറം എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ ഈ പറഞ്ഞ നമുക്ക് ഈ പ്രൈസ് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഈ സംഭവം ഇവർ മറച്ചു വെച്ച കാര്യവും, സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളുടെ അളിയനാണ് അവിടെ വൈറ്റ് ഷർട്ട് ഇട്ട് ടീഷർട്ട് ഇട്ടോ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് പിന്നെ കൂടുതലല്ലേ? അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ അറിയായിരുന്നു ഈ സംഭവം. ഇവർക്ക് രണ്ടുപേരും തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നെന്നും ഇവരെല്ലാം ഇവരുടെ ഫാമിലി ആയിരുന്നെന്നും മകന്റെ കൂട്ടുകാരനാണ് ഇത് അടിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് എനിക്ക് അറിയുന്നില്ല. കാരണം ഇവര് ബന്ധമുണ്ട്, ഇവര് പിന്നെ കുടുംബക്കാരാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ ഇത് കിട്ടിയിട്ട് ഈ അടിച്ച ടീം ഉണ്ടല്ലോ, ഈ അടിച്ച ടീമിനെ തന്നെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. വീടടിച്ചാല് ഷാഫി, ഈ ഷാഫി എന്ന് പറഞ്ഞത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേപോലെ ഈ നാസർ ഖാനോട് ഞാൻ ചോദിച്ചു, നിങ്ങളത് അറിയോ ചോദിച്ചു. ഇയാളും പറഞ്ഞത് ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. മൂപ്പരും കണ്ടിട്ടില്ല. ഇനി ഇതിന്റെ ടിക്കറ്റിന്റെ പിന്നെ അതാണ് ഞാൻ പറയുന്നത്. നീ ശരിക്ക് കേട്ടോ. ഇത് ഈ അൻവർ ഉണ്ടല്ലോ, ഇവര് പിന്നെ ഇയാളെ മകനാണ്. വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇതൊരു 4 വർഷം മുന്നേ ഇവൻ ഇൻസ്റ്റയിൽ ഇവന്റെ വൈഫിന്റെ ഫ്രണ്ടാണ്. ഒരു കാലിന് സുഖമില്ലാത്തൊരു കുട്ടിയാണ്. അങ്ങനെ വീൽ ചെയറിലാണ് ഇവര്. ഞാന് പിന്നെ കോഴിക്കോട് പേരാമ്പ്ര ഭാഗത്ത് പിന്നെ നമ്മളെ വേൾഡ് കപ്പ് നടക്കുന്ന ടൈം ഉണ്ടല്ലോ, ഈ വേൾഡ് കപ്പ് നടക്കുന്ന ടൈമിലാണ് റോഡ് സൈഡിൽ നിന്നാണ് ഇതിന്റെ വീഡിയോ എടുത്തത്. നടന്നു പോണ വീഡിയോ. ഇതൊക്കെ ഞാൻ ഇവരോട് ചോദിച്ചു. ഇതൊക്കെ ഞാൻ പിന്നെ ഇവരോട് ചോദിച്ചപ്പോൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന്റെ എവിടുന്ന കണ്ടത്, എവിടുന്നാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് വരെ ഞാൻ ചോദിച്ചു അവരോട്. ഇനി ഈ അൻവറിനെ ഞാൻ ലാസ്റ്റ് ആയിട്ട് കണ്ടത് എവിടുന്ന് അറിയോ? അന്ന് രാത്രി കാദർ കരിപ്പൊടി എന്നോട് പറഞ്ഞു, പിന്നെ എന്തായി ലൈവിൽ എന്തെങ്കിലും ആൾക്കാർ ഓരോന്ന് പറയുന്നുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് നമ്മളെ ആൾക്കാർ പിന്നെ ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ അടുത്ത് ഇത് എന്ത് ചെയ്താലും അല്ല, ഈ നറുക്ക് കിട്ടിയ ആളെ ഇന്ന് തന്നെ പോയി കാണണം കേട്ടോ പറഞ്ഞു. അതിനകത്ത് കിക്കാണ് കഴിഞ്ഞ ഒരു വീഡിയോ ഹോട്ടലിൽ ഇരുന്ന് പറയുന്ന വീഡിയോ ഒക്കെ ഞാൻ നാളെ തന്നെ വയനാട്ടിൽ ചെന്ന് ഇത് കണ്ടിരിക്കുന്നു പറഞ്ഞു. പക്ഷേ ഇവരവിടല്ല, ഇവർ ഇന്നലെ ഇല്ല, ഞാൻ ഇന്നലെ പോകാൻ നിന്നാണ്. അങ്ങനെ ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യണ്ടേ? നിങ്ങൾ അപ്പോഴേ കണ്ടിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ക്ലിയർ ചെയ്യണ്ടേ? അവരവിടെ ഇല്ലാത്തതാണ് ഞാൻ പോകാത്തത്. ബ്രോ ഞാൻ പറഞ്ഞത് ഇവരുടെ പരിപാടി കല്ലിന്റെ പരിപാടിയാണല്ലോ.
ഈ കല്ലിന്റെ പരിപാടി അപ്പൊ എവിടെ ജയ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇവർ പോയിക്കുന്നത്. ഓക്കെ, അവന്റെ കല്ലിന്റെ പരിപാടി, അവന്റെ ജയ്പൂർ, അവന് പ്രൊമോഷൻ കൊടുക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും അതൊന്നുമല്ല എന്റെ പൊന്നെണ്ണ വിഷയം. നിങ്ങൾ കാണിച്ചിട്ടുള്ള പരിപാടി, നിങ്ങൾ എന്തുകൊണ്ട് ഈ കൂപ്പൺ അടിയിൽ പോയി എടുത്തു? അതാണ് ചോദ്യം നമ്പർ 1. പിന്നെ അവിടെ തന്നെ പറയുന്നുണ്ട് ടച്ചി, കുട്ടികളെ വിട്ടിട്ട് കൂപ്പൺ എടുപ്പിക്കാന്ന് പറഞ്ഞപ്പം ആരൊക്കെ ഇടപെട്ട് വേണ്ട 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 വേണ്ട, കുട്ടികൾ ഒട്ടിച്ചിരിക്കുന്ന പോയി അടിയിൽ നിന്ന് വലിച്ചെടുക്കത്തില്ലല്ലോ. എന്താ കുട്ടികളെ കൊണ്ട് കൂപ്പൺ എടുപ്പിച്ച് എടുക്കാൻ പറ്റൂലേ? അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യമൊക്കെ കണ്ടപ്പം നമുക്ക് ബോധ്യമായി. പിന്നെ 2 വർഷം മുന്നേ വീണ്ടും നിങ്ങൾ ഇതുപോലത്തെ ഒരു ഉടായ്പ പരിപാടി ചെയ്ത സാധനം ഒരേ വ്യക്തി അന്ന് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ പരിപാടിയുണ്ട്. ഇപ്പം നിങ്ങൾ വിളിക്കാൻ വേണ്ടിയിട്ട് വെളുപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇരുന്നെന്ന് വെച്ചിട്ട് അതൊരിക്കലും അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല. നിങ്ങളുടെ സൈഡ് നിങ്ങൾ എപ്പോഴും ന്യായീകരിച്ചാൽ പറയത്തുള്ളൂ, അത് വാസ്തവമായ ഒരു കാര്യം. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഈ പ്രൊമോഷൻ എത്ര ലക്ഷം വാങ്ങി, എത്ര രൂപ വാങ്ങിയെന്നേയും ചോദിക്കില്ല, എത്ര ലക്ഷം വാങ്ങിയെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. കേട്ടോ? അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ ഈ കേസിലുണ്ട്. പിന്നെ 8000 സംതിങ് ടിക്കറ്റാണ് വിറ്റതെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ 20,000+ ടിക്കറ്റ് വിറ്റ് പോയിട്ടുണ്ടെന്നും വേറൊരു വ്യക്തി പറയുന്നുണ്ട്. മറ്റേ ഹൈദർ മസൂദ് ആ വ്യക്തി വന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഇതിന്റെ അകത്ത് കുഴഞ്ഞ് കെട്ടപ്പുണ്ട്. അതിന്റെ ഇടയിലാണ് അണ്ണൻ വന്നിരുന്നത്. മറ്റവനെ എനിക്കറിയത്തില്ല, എനിക്ക് ആരെയും അറിയത്തില്ല, നാസർക്കയ്ക്ക് അവനെ അറിയത്തില്ല, നിങ്ങൾക്ക് ആർക്കും ആരെയൊന്നും അറിയത്തില്ലടേ. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങൾ കൂട്ടുകാരും കുടുംബക്കാരും നിങ്ങളുമായിട്ട് കണക്ഷനുള്ള ഒരൊറ്റ വ്യക്തിയെ പോലും ഈ നറുക്കെടുപ്പിൽ പങ്കെടുപ്പിക്കരുത്. അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അത് നിങ്ങൾ ഡിസ്ക്ലെയിമർ ആയിട്ട് തന്നെ വെച്ചിരുന്നെങ്കിൽ ഇതിലൊരു വിശ്വാസം ഉണ്ടായാണ്. അല്ലാത്തടത്തോളം കാലം നമുക്ക് ഒരു വിശ്വാസം ഈ കേസിൽ ഇല്ല. ഇനി ഒരു നറുക്കെടുപ്പും നടത്തണ്ട, ഇനി ഒരു തേങ്ങയും നടത്തണ്ട. ഇനിയിപ്പം ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ഒന്നേന്നൊരു നറുക്കെടുപ്പ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഉടായ്പൊക്കെ കണ്ടുപിടിച്ച് നാട്ടുകാർ മൊത്തം വലിച്ചു കീറി വെച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ട് പുതിയൊരു നറുക്കെടുപ്പും പുതിയൊരു മുഞ്ചിപ്പും കൂടി ഇനി കാണാൻ നമുക്ക് ത്രാണിയില്ല. ഇനി പണ്ടിക്കാണ കുഞ്ഞാന്റെ വൈഫ് പറയുന്ന കുറച്ച് കാര്യമുണ്ട്, കേട്ടോ. ഞാനാണ് വൈഫാണ്. നിങ്ങൾ എവിടെയുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൽ നമ്പറാണ് കാണുന്നത്, സേവ് അല്ല. കുറച്ചേരായിട്ട് ഞങ്ങളെ വോയിസ് കേൾക്കുന്നുണ്ട്. കാരണം ലൗഡ് സ്പീക്കർ, ഞാൻ ഫുഡ് കഴിക്കാൻ ലൗഡ് സ്പീക്കറിലാണ്. പക്ഷെ ഞാൻ എന്താ പറയണത് അറിയോ? നമ്മള് എന്ത് പറഞ്ഞിട്ടും ജനങ്ങൾ വിശ്വസിക്കാത്തൊരവസ്ഥ. കാരണം ജനങ്ങൾ പറയുന്നില്ല. കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു 5 സെക്കൻഡ് നൃത്തം കാണുമ്പോൾ തോന്നലാണ്. അതാണ് ജനങ്ങൾക്ക്. അത് മാത്രമല്ല, വേറെ കുറച്ച് അതിനകത്ത് ഞാനിപ്പോ ഇക്കോട് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഇതിനെതിരെ വീഡിയോ ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെ. ഇന്നും എനിക്ക് ചാനൽ ഏതാ? ബിച്ചു സ്ട്രോക്ക് എന്ന് പറയുന്നത്. ബിച്ചു സ്ട്രോക്ക് വി ഹിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കോണ്ടന്റ് ഒരുപാട് വീഡിയോ ചെയ്ത ഒരാളാണോ? അത് തന്നെ ഞാൻ നല്ല കണ്ടു. അതാണ് പറഞ്ഞത്. അപ്പൊ വീണ്ടും എടുത്ത് വെച്ച് പുള്ളിയുടെ പേര് എടുത്ത് വെച്ചിട്ട് അടുത്ത കണ്ടന്റ് ഉണ്ടാക്കാനോ അങ്ങനെ വേണ്ടിയിട്ടല്ല. പുള്ളി ഇപ്പൊ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പുള്ളിയുടെ കയ്യിൽ എന്തൊക്കെ തെളിവും അതായത് സംസാരിച്ച കാര്യങ്ങളൊന്നും പുള്ളി ഡയറക്റ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ ചീത്തവിളിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കുടുംബം അതുകൊണ്ട് കഴിച്ചിലായതല്ലോ. അൽഹംദുലില്ലാഹ് റാഹത്തായി. നമ്മളെ കണ്ണീര് അങ്ങനെ പോണുണ്ട്. ഞാൻ കരയണ എന്റെ കണ്ണീരും എന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു ദിവസം ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയും. അല്ല, ഇപ്പം പ്രൂവ് ചെയ്യണം. കാര്യം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യേണ്ട വ്യക്തികളാണ്. അപ്പൊ സോ ഇതിന്റെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു കടമയുണ്ട്. അതിന് ചീത്തവിളി എന്ന് പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കാത്തൊരു അവസ്ഥയിലെത്തിയിട്ടില്ലേ? അങ്ങനല്ല, അത് നമ്മൾ വളരെ എവിഡൻസോടെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബൂത്ത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ നാസിർ ഖാന്റെ ഉമ്മ ഉണ്ടല്ലോ, 100 ടിക്കറ്റ് എടുത്ത ആളാണ്. നാസിർ ഖാന്റെ ഉമ്മാന്റെ ഫാമിലിയിൽ നിന്ന് 450 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നാസിർ ഖാന്റെ നാസിർ ഖാന്റെ അളിയൻ 80 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കണത്, കഷ്ടകാലത്തിന് എല്ലാം ഇവർക്കാണെങ്കിലും അടിച്ചിട്ടുണ്ടാവുക. അപ്പോഴും ജനങ്ങൾ തന്നെയല്ലേ പറയാ? ഒന്നും വേണ്ട, നമ്മളെ വണ്ടിയിൽ 5 ടിക്കറ്റ് ഉണ്ട്. ഞാൻ ഫ്രണ്ട്സ് എടുത്തതാ, ദുബായിൽ നിന്ന് എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തതാണ്. ഈ 5 ടിക്കറ്റിൽ 1 ടിക്കറ്റ് ആണെങ്കിലോ വേണ്ട, എന്റെ അമ്മാന്റെ പേര് എഴുതിയിട്ടിട്ട് ഞാൻ 1 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യരെടുത്ത്. ഇതൊരു വലിയ മിസ്റ്റേക്കാണ്. വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു നറുക്കെടുപ്പ്, അതും ഇത്രയും വലിയ സമ്മാനങ്ങളുള്ള ഒരു നറുക്കെടുപ്പ് നടത്തുമ്പോൾ നിങ്ങൾ കുടുംബക്കാരോ നിങ്ങളുടെ ആ ഒരു വലയത്തിലോ ഒരു സർക്കിളിലുള്ള ഒറ്റ ആൾക്കാർ പോലും അതിൽ പങ്കെടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ സർക്കിളിൽ നിന്ന് തന്നെ നിങ്ങൾ എല്ലാ ടിക്കറ്റും എടുത്ത് നിങ്ങൾ മാത്രമായിട്ടിരുന്ന് പങ്കെടുത്ത് നിങ്ങളായിട്ടിരുന്ന് ആഘോഷിക്കുക. നാട്ടുകാരുടെ മുന്നിലേക്ക് ഈ സാധനം ഇടരുത്. ഇത് നാട്ടുകാരുടെ മുന്നിലേക്ക് നറുക്കെടുപ്പ് മറ്റാണ് തേങ്ങയാണെന്ന് പറഞ്ഞും കൊണ്ടിടും. അവരവരുടെ കയ്യിലിരിക്കുന്ന പൈസയും മുടക്കി ടിക്കറ്റും എടുക്കും. അവസാനം നിങ്ങൾ കുടുംബക്കാർക്ക് അടിക്കും. കൊള്ളാലോടെ പരിപാടി അടിസക്കെ ആ ഒരു സെറ്റപ്പാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഉള്ള കാര്യം പറയാം, ഇത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അതുപോലെ കമ്മ്യൂണിറ്റി, ഇവരുടെ കിക്ക് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നും കുഞ്ഞാനെ പുറന്തള്ളിയിരിക്കുകയാണ്, സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഞാൻ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, വച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പള്ളിയിൽ നിന്നും ചിലപ്പോൾ ഇനി പുറത്താക്കുന്നവർ ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. കാരണം നെഗറ്റീവിന്റെ പീക്കിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവനവൻ കുരുക്ക് അഴിച്ചെടുത്ത് വെച്ചതുപോലെ ഗുലുമാലായിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എല്ലാം വരുത്തി വെച്ചതാണ്. നിങ്ങൾ കുടുംബക്കാരെല്ലാരും ഒക്കെ തന്നെ 100 ഇങ്ങനെയൊക്കെ ടിക്കറ്റ് എടുത്തിരിക്കുന്നു. 100 ടിക്കറ്റ് ആ നാസറിന്റെ കുടുംബത്തിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1 ലക്ഷം രൂപയാണ് അല്ലെ, 1000 രൂപ വെച്ചിട്ട് 1 ലക്ഷം രൂപയാണ് 100 ടിക്കറ്റിനായിട്ടുള്ള. നിങ്ങൾ 1 ലക്ഷം രൂപ നിങ്ങളെ കുടുംബക്കാര് തന്നെ ഇട്ടിട്ട് എടുക്കൂടെ?
അങ്ങനെയാണെങ്കിൽ ആ 1 ലക്ഷം രൂപ ഈ നാസറിന്റെ കുടുംബത്തിന് സഹായമായിട്ടങ്ങ് കൊടുത്താൽ പോരായിരുന്നു. എന്തിനാണ് ടിക്കറ്റ് എടുത്തത്? അപ്പൊ അത് തന്നെ ഒരു ഉടായ്പല്ലേ, ഒരു ഒന്നൊന്നര ഉടായ്പല്ലേ? അതൊരു ഉടായ്പാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 1 ലക്ഷം രൂപയ്ക്ക് അവരെ കുടുംബക്കാരുണ്ട്, അതും നാസറിന്റെ ഉമ്മ തന്നെ ടിക്കറ്റ് എടുത്തെന്ന്. ഓഹോ, വിശ്വസിക്കണോടെ? ഇതൊക്കെ എന്തുവാടേ? കണ്ടോണ്ടിരിക്കണമാരെ പൊട്ടന്മാരാ. അപ്പൊ നിങ്ങൾ തന്നെ മൊത്തം ടിക്കറ്റ് അങ്ങ് എടുത്താൽ പോരായിരുന്ന? ഈ 100 എടുത്തതിന് ആ 8000 ടിക്കറ്റും അങ്ങ് എടുത്താൽ പോരായിരുന്ന? 20,000 ഉണ്ടെന്നും കണക്ക് പറയുന്നുണ്ട്, അറിയില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഉട്ടായ്പകൾ കാണിക്കരുത് കേട്ടാ, ഇങ്ങനത്തെ നാറിയ പരിപാടികളൊന്നും കാണിക്കരുത്. ഇനി പണ്ടിക്കണ കുഞ്ഞാന്റെ വണ്ടിയിലുണ്ട് 5 ടിക്കറ്റ് എന്ന്. ഓക്കെ, 5000 രൂപയുടെ ടിക്കറ്റ് കൊള്ളാം. നിങ്ങളെല്ലാവരും ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്കൊക്കെ തന്നെ അടിച്ചല്ലേ, ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായില്ല. കണ്ടോണ്ടിരുന്നവന്മാരും ഇതിൽ പങ്കെടുത്തവന്മാരും പൊട്ടായി. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്തായിരിക്കും പുതിയൊരു വീഡിയോ ഇടണം.